ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാമത്തെ അധ്യായമാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ, അതായത് യാന്ത്രിക ലാഭം പ്രവൃത്തിയിൽ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട എന്നാൽ അതേസമയം വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പാഠമാണിത്. ഈയൊരു വിവരണം കഴിയുമ്പോഴേക്കും ഈ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വെള്ളം പോലെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ജോലികൾ എങ്ങനെ എളുപ്പമാക്കാമെന്ന് നോക്കൂ. പിന്നെ പ്രയത്നം, രോധം, ധാരം ഈ 3 വാക്കുകൾ എന്താണെന്ന് കൃത്യമായി പഠിക്കും. അതുകഴിഞ്ഞ് യാന്ത്രിക ലാഭം എന്താണെന്നും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും മനസ്സിലാക്കും. പിന്നെ നമ്മൾ ഉത്തോലകങ്ങളെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യത്തിന് എങ്ങനെ ശരിയായി ഉത്തരം എഴുതാമെന്ന് നമ്മൾ ഒരുമിച്ച് ചെയ്തു പഠിക്കും. അവസാനം പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നുകൂടി പറയും. ഇത്രയും കഴിയുമ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. ഈ 2 ചിത്രങ്ങളിലേക്കൊന്ന് നോക്കിയേ. ആദ്യത്തെ ചിത്രത്തിൽ ഒരാൾ കൈകൊണ്ട് ഒരു ആണി ഊരാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിലോ ഒരു ഉപകരണം ഉപയോഗിക്കുന്നു. ഇതിലേതാണ് എളുപ്പം? തീർച്ചയായും രണ്ടാമത്തേത്, അല്ലേ? എന്തുകൊണ്ടാണ് ആ ഉപകരണം ഉപയോഗിച്ചപ്പോൾ ജോലി അത്ര എളുപ്പമായത്? ആണി ഊരാൻ സഹായിച്ച ഉപകരണം പോലെ നമ്മുടെ പണി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളുണ്ട്. അതായത് കുറഞ്ഞ ഫോഴ്സ് ഉപയോഗിച്ച് വലിയ ജോലികൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നവ. അത്തരം ഉപകരണങ്ങളെയാണ് നമ്മൾ ലഘുയന്ത്രങ്ങൾ അഥവാ സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. കത്രിക, പാരക്കോല്, കപ്പി ഇതൊക്കെ ലഘുയന്ത്രങ്ങളാണ്. ശരി, ഒരു ലഘുയന്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് 3 പ്രധാനപ്പെട്ട വാക്കുകൾ പഠിക്കണം: പ്രയത്നം, രോധം, ധാരം. ഈ 3 മനസ്സിലാക്കിയാൽ മതി. ഈ പാഠം മുഴുവൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് പ്രയത്നം അഥവാ എഫേർട്ട്. ഇതിനെ നമ്മൾ ഇ എന്ന അക്ഷരം വെച്ചാണ് സാധാരണയായി എഴുതുന്നത്. എന്താണ് ഈ പ്രയത്നം? വളരെ സിമ്പിളാണ്. ഒരു ജോലി ചെയ്യാൻ വേണ്ടി നമ്മളൊരു യന്ത്രത്തിൽ കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് പ്രയത്നം. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇവിടെ നോക്കൂ, ഒരു നാരങ്ങ പിഴിയുന്ന ഉപകരണം. നമ്മൾ കൈകൊണ്ട് അതിൽ കൊടുക്കുന്ന ആ ബലമില്ലേ, അതാണ് പ്രയത്നം അഥവാ എഫേർട്ട്. ഇനി രണ്ടാമത്തെ വാക്ക് രോധം അഥവാ ലോഡ്. ഇതിനെ നമ്മൾ എൽ എന്ന അക്ഷരം വെച്ച് സൂചിപ്പിക്കും. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ യന്ത്രം ഒരു ജോലിയാണല്ലോ ചെയ്യുന്നത്. ആ യന്ത്രം ഏതു ബലത്തെയാണോ മറികടക്കുന്നത്, ആ ബലമാണ് രോധം. ഇതേ ഉദാഹരണം തന്നെ നോക്കൂ. ഇവിടെ നാരങ്ങ ഞെരുങ്ങുമ്പോൾ തിരിച്ചൊരു ബലം കൊടുക്കുന്നുണ്ടല്ലോ. ആ ബലത്തെയാണല്ലോ നമ്മുടെ യന്ത്രം മറികടക്കുന്നത്. അതാണിവിടത്തെ രോധം അഥവാ ലോഡ്. മൂന്നാമത്തെ വാക്ക് ധാരം അഥവാ ഫുൾക്രം. ഇതിനെ നമ്മൾ എഫ് എന്ന അക്ഷരം കൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഏതൊരു ലഘുയന്ത്രം ചലിക്കുമ്പോഴും അതൊരു പ്രത്യേക ബിന്ദുവിനെ ആധാരമാക്കിയായിരിക്കും കറങ്ങുക. ചലിക്കാത്ത, ഉറപ്പിച്ചു നിർത്തിയ ആ ബിന്ദുവിനെയാണ് നമ്മൾ ധാരം എന്ന് പറയുന്നത്. ഒരു സീസോയുടെ നടുക്കുള്ള പോയിന്റ് പോലെ. ഈ ചിത്രത്തിൽ ഒരു വലിയ പാറ ഉയർത്താൻ ഒരു പാരക്കോൽ ഉപയോഗിക്കുന്നു. ആ പാരക്കോലിന് താങ്ങായി വെച്ചിരിക്കുന്ന ഈ ചെറിയ കല്ല് കണ്ടോ? അതാണിവിടത്തെ ധാരം അഥവാ ഫുൾക്രം. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഒരു ലഘുയന്ത്രം നമ്മളെ എത്രത്തോളം സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് അളക്കാൻ പറ്റുന്നത്? അതിനുള്ളൊരു വഴിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഇവിടെ 400 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വലിയ പാറയാണ് നമുക്ക് ഉയർത്തേണ്ടത്. പക്ഷെ നമ്മൾ എത്ര ബലമാണ് കൊടുക്കുന്നത്? വെറും 100 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെയാണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ കൊടുത്തത് വെറും 100 ന്യൂട്ടൺ ഫോഴ്സ്. പക്ഷേ ആ യന്ത്രം 400 ന്യൂട്ടൺ ഭാരമുള്ള പാറയെ ഉയർത്തി. അതായത് നമ്മൾ കൊടുത്ത ബലത്തെ ആ യന്ത്രം 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. 4 ടൈംസ്. നമ്മൾ കൊടുക്കുന്ന ബലത്തെ ഒരു യന്ത്രത്തിന് എത്ര മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ അളവാണ് യാന്ത്രിക ലാഭം അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇതിനെ നമ്മൾ ചുരുക്കി MA എന്നെഴുതും. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വളരെ എളുപ്പമാണ്. യാന്ത്രിക ലാഭം സമം രോധം ഹരിക്കണം പ്രയത്നം. അതായത് MA = ലോഡ് ബൈ എഫേർട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളൂ. ഇത് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് നോക്കൂ. ഫോർമുലയിൽ വിലകൾ കൊടുക്കുന്നു, ഉത്തരം കണ്ടുപിടിക്കുന്നു. യാന്ത്രിക ലാഭം എന്നത് ഒരു അനുപാതം മാത്രമാണ്. അതുകൊണ്ട് അതിന് യൂണിറ്റില്ല. ഇത് പരീക്ഷയ്ക്ക് ഓർമ്മ വെക്കേണ്ട ഒരു കാര്യമാണേ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുതരം ലഘുയന്ത്രത്തെപ്പറ്റി പഠിക്കാം. അതാണ് ഉത്തോലകങ്ങൾ അഥവാ ലീവേഴ്സ്. ഒരു ഉത്തോലകത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ 2 ദൂരങ്ങൾ കൂടി മനസ്സിലാക്കണം. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഒന്നാമത്തേത് പ്രയത്നഭുജം അഥവാ എഫേർട്ട് ആം EA. ഇത് ധാരം അതായത് ഫൾക്രം
മുതൽ നമ്മൾ ബലം കൊടുക്കുന്ന പോയിന്റ്, അതായത് എഫേർട്ട് വരെയുള്ള ദൂരമാണ്. രണ്ടാമത്തേത് രോധഭുജം അഥവാ ലോഡ് ആം, LA. ഇത് ധാരം മുതൽ രോധം, അതായത് ലോഡ് വരെയുള്ള ദൂരമാണ്. ഈ രണ്ട് ദൂരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഉത്തോലകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഇതാണ് ഉത്തോലക തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ലീവേഴ്സ്. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്നൊരു ഭാഗമാണ്. ഈ ഫോർമുല നിർബന്ധമായും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കണം. പ്രയത്നം ഗുണിക്കണം പ്രയത്നഭുജം സമം രോധം ഗുണിക്കണം രോധഭുജം. അതായത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു ഉത്തോലകം ബാലൻസ് ആയിരിക്കുമ്പോൾ ഈ രണ്ട് വശങ്ങളും എപ്പോഴും തുല്യമായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇത് വെച്ചിട്ട് പരീക്ഷയ്ക്കൊരു ചോദ്യം വന്നാൽ എങ്ങനെ കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉത്തരമെഴുതാമെന്ന് നോക്കാം. ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക. ഒരു ആണിപ്പറി ഉപയോഗിച്ച് ആണി പിഴുതെടുക്കാൻ 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. ആണിപ്പറിയുടെ യാന്ത്രിക ലാഭം 3 ആണെങ്കിൽ രോധം എത്രയായിരിക്കും? ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം തന്നെ അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് എഴുതി വെക്കണം. ഈ കാണുന്നതുപോലെ സ്റ്റെപ്പായി ഉത്തരം എഴുതാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് 1, തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക. പ്രയത്നം എഫേർട്ട് 40 ന്യൂട്ടൺ, യാന്ത്രിക ലാഭം MA 3. സ്റ്റെപ്പ് 2, നമുക്കറിയാവുന്ന ഫോർമുല എഴുതുക. MA = ലോഡ് ബൈ എഫേർട്ട്. സ്റ്റെപ്പ് 3, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോഡാണ്. അപ്പോൾ ഫോർമുല ഒന്ന് മാറ്റി എഴുതണം. ലോഡ് = MA × എഫേർട്ട്. അവസാന സ്റ്റെപ്പിൽ ആ വിലകൾ കൊടുത്ത് ഉത്തരം കണ്ടെത്തുക. ലോഡ് = 3 × 40, അതായത് 120 ന്യൂട്ടൺ. ഉത്തരം കിട്ടിയാൽ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. വളരെ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് സാധാരണയായി പറ്റുന്ന ഒരു തെറ്റാണ് ഈ ഫോർമുല തിരിഞ്ഞു പോകുന്നത്. എപ്പോഴും ഓർക്കുക, ലോഡാണ് മുകളിൽ വരേണ്ടത്. MA = ലോഡ് ബൈ എഫേർട്ട്. ശരി, നമുക്ക് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി വേഗത്തിൽ ഓർത്തെടുക്കാം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഇത് മാത്രം നോക്കിയാൽ മതി. ഈ വാക്കുകളും അതിന്റെ ചിഹ്നങ്ങളും ഒന്നുകൂടി ഉറപ്പിക്കാം. എഫേർട്ട് എന്നാൽ പ്രയത്നം, സിമ്പിൾ E. ലോഡ് എന്നാൽ രോധം, സിമ്പിൾ L. ഫൾക്രം എന്നാൽ ധാരം, സിമ്പിൾ F. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നാൽ യാന്ത്രിക ലാഭം, സിമ്പിൾ MA. ഈ വീഡിയോ ഇവിടെയൊന്ന് നിർത്തിയിട്ട് ഈ വാക്കുകളൊക്കെ ഓർമ്മയുണ്ടോയെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 2 ഫോർമുലകൾ. ഒന്നാമത്തേത് യാന്ത്രിക ലാഭം കാണാനുള്ളത് MA = ലോഡ് ബൈ എഫേർട്ട്. രണ്ടാമത്തേത് ഉത്തോലകതത്വം എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം = ലോഡ് ഇൻറ്റു ലോഡ് ആം. ഈ 2 അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠത്തിലെ ഏത് കണക്കും ചെയ്യാൻ പറ്റും. പണ്ട് ആർക്കിമിഡീസ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിൽക്കാനൊരിടവും നല്ലൊരു ഉത്തോലകവും തന്നാൽ ഞാൻ ഈ ഭൂമിയെ വരെ ചലിപ്പിക്കാമെന്ന്. അത്രയ്ക്കും ശക്തിയുണ്ട് ലഘുയന്ത്രങ്ങൾക്ക്. ഈ പാഠം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ആദ്യം ഈ വിവരണം ഒരിക്കൽ കൂടി കാണുക. രണ്ടാമത്, ഓരോ പുതിയ ആശയം വരുമ്പോഴും വീഡിയോ നിർത്തി അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. അവസാനമായി, പരീക്ഷ വരെ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ആ നോട്ടുകൾ വായിച്ചു നോക്കുക. ഉറപ്പായും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും. ഈ അധ്യായത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നല്ല ആത്മവിശ്വാസത്തോടെ പോയി പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് ഈ പാഠത്തിലെ ഏത് ചോദ്യത്തിനും ഉത്തരമെഴുതാൻ സാധിക്കും. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.